ഇന്ന് നമുക്ക് നമ്മുടെ ഒരു പ്രൊജക്റ്റ് കണ്ടാലോ. കോട്ടയത്ത് അയർക്കുന്നടുത്ത് താളിക്കൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഈ പ്ലോട്ടിൽ ഇവർക്കൊരു വീടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ആ വീട് മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ വീട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തിനോട് അവർക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഈ സ്ഥലത്തോട് പോകുന്ന വിൻഡ് ഡയറക്ഷൻ, സൺപാത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് വീട് ചെയ്തേക്കുന്നത്. അപ്പം അവരുടെ ആവശ്യങ്ങൾ വളരെ ലളിതമായിരുന്നു. എന്നാൽ പോലും അതിലേക്ക് എത്തിക്കാൻ അവരുടെ സഹകരണം ഭയങ്കരമായിരുന്നു കേട്ടോ. നമ്മൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും മാക്സിമം അവരവരുടേതായ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. 4 BHK ഹൗസായിരുന്നു ഇത്. അപ്പം എല്ലാ മാക്സിമം പ്രൈവസി വേണമെന്നൊരു കാര്യം അവർ പറഞ്ഞിരുന്നു. നോർമലായിട്ട് എല്ലാ റൂമിനും അങ്ങോട്ടൊരു വിസിബിലിറ്റി കിട്ടണ്ട, ഫോർമൽ ലിവിങ്, ഫാമിലി ലിവിങ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. അതേപോലെ തന്നെ ഇവർക്കൊരു ഗ്യാതറിങ് സ്പേസ്, അവർക്കെല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാവുന്നൊരു സ്പേസ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലാൻ ചെയ്തേക്കുന്നത്. നേച്ചറിൻ്റെ പാർട്ടായിട്ട് നിൽക്കുന്ന ഒരു വീട് വേണമെന്നായിരുന്നു. പക്ഷേ സാധാരണ എന്താ പറയുക, മെയിൻ്റെനൻസ് ഫ്രീ ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വീട് ചെയ്തേക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കോർട്ട്യാർഡ് ഉണ്ടെങ്കിൽ തന്നെ കോർട്ട്യാർഡ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നൊരു ഫീലാണ്. പക്ഷേ വീടിനകത്താണെന്ന് വെച്ചാൽ അകത്തുമാണ്. അപ്പം അതിൻ്റേതായ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ അകത്ത് വരില്ല. ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. മുപ്പത് വർഷം മുമ്പ് പണിത ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതാണ് പൊളിച്ചിട്ട് ഇവിടെ ഇപ്പോൾ പുതിയ ഈ വീട് പണിതിരിക്കുന്നത്. AJVയിൽ അജിത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അജിത്താണ് ഈ ഡിസൈൻ തന്നതും. അപ്പോൾ അജിത്തിനോട് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വേണം 4 ബെഡ്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട് എല്ലാം വേണം. എല്ലാം അറ്റാച്ച്ഡ് ആയിരിക്കണം. കോർട്ട്യാർഡുകൾ വേണം. കോർട്ട്യാർഡുകളും എല്ലാം സെറ്റ് ചെയ്തു. നല്ല ഒരു ഭവനം നിർമ്മിക്കാൻ സാധിച്ചു. അതിന് അജിത്തിനോടും ഇത് പണിത കോൺട്രാക്ടറോടും ഒരുപാട് നന്ദിയുണ്ട്. ഇൻസ്റ്റയിൽ നിങ്ങളൊക്കെ നോക്കുമ്പോഴേ അറിയാം, അജിതേട്ടൻ്റെ വർക്കുകളിലൊക്കെ ഒരു വെറൈറ്റി ഉണ്ട്. എല്ലാത്തിലും ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരു യുണീക്ക് സാധനങ്ങളാണ് ചെയ്യുന്ന വർക്കെല്ലാം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അജിതേട്ടനെ അപ്രോച്ച് ചെയ്തത്. അതേ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് തന്നെ ഞങ്ങൾക്കും കിട്ടി. സോ താങ്ക് യു.